ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ നാടൻ മണ്ണിരയിട്ട് നാടൻ ചൂണ്ടയിൽ കോർത്തുള്ള മീൻപിടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു കുളത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് എത്ര മീൻ പിടിക്കുന്നു അത്രയും മീനും നമ്മൾ ഈ കുളത്തിൽ തന്നെ റിലീസ് ചെയ്തിട്ട് തിരിച്ചു പോകും. ഒരു മീൻ പോലും നമ്മൾ എന്തായാലും വീട്ടിൽ കൊണ്ടുപോകത്തില്ല. മീൻ പിടിക്കുന്നു, സ്പോട്ടിൽ തന്നെ ആ മീൻ റിലീസ് ചെയ്തിട്ട് നമ്മൾ പോകുന്നു. അത് വലിയ മീൻ കിട്ടിയാലും ചെറിയ മീൻ കിട്ടിയാലും നമ്മൾ സ്പോട്ടിൽ തന്നെ അതിനെ റിലീസ് ചെയ്തിട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചൂണ്ട നമ്മൾ വെള്ളത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാത്തിരിപ്പിൻ്റെ സമയമാണ്. മീൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരുപാട് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ വലുത് കിട്ടുമോ ചെറുത് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്തായാലും ചൂണ്ടയിട്ടിട്ടുണ്ട്. ചെറുതായിട്ട് അതാ നമ്മുടെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അത് വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയില്ല. മീൻ അടിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് തിലോപ്പിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഡിമാൻഡുണ്ട്. കുഞ്ഞ് കിട്ടിയാലും വലുത് കിട്ടിയാലും നമ്മളതിനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ മീൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചൂണ്ട നമ്മുടെ ചൂണ്ടയിൽ അടിച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ അത് വലുതാണോ ചെറുതാണോ നമുക്ക് നോക്കാം. അതും ഒരു തിലോപ്പിയ തന്നെയാണ്, പക്ഷേ കുഞ്ഞായിപ്പോയി. നമ്മൾ അതിനെയും തിരിച്ച് റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ ഡിമാൻഡ് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലല്ലോ. നമ്മൾ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. ഏത് മീൻ കിട്ടിയാലും നമ്മളതിനെ തിരിച്ച് കുളത്തിലേക്ക് തന്നെ വിടും. ഓക്കെ, അങ്ങനെ അതിനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചൂണ്ടയിലും മീൻ അടിച്ചിട്ടുണ്ട്. കൂടുതൽ എന്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ അടിക്കുന്നത് മാത്രം കാണിക്കുന്നത്, കാസ്റ്റ് ചെയ്യുന്ന കാണിക്കാത്ത. അപ്പോൾ ആ ചൂണ്ടയും വലിച്ച് കയറ്റി, അതൊരു തിലോപ്പിയ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ അതിനെയും നമുക്ക് പതുക്കെ ഹുക്കൊക്കെ ഇളക്കി, ഇത് ഹുക്ക് ഇളക്കുന്നതിൽ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഹുക്ക് ഇളക്കി നമുക്ക് നേരെ വെള്ളത്തിലോട്ടിടാം. അതും പോയി ജീവിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ മീൻ ചെറുതാണെന്ന് പറഞ്ഞിട്ട് മറ്റേ സൈഡിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു. ഏത് സൈഡിലടിച്ചാലും അതൊരു ചെറിയ മീൻ തന്നെ കിട്ടുന്നു ഗായ്സ്. അതിനെ നമുക്ക് ഇളക്കിയെടുത്ത് പതുക്കെ വെള്ളത്തിലോട്ട് വിടാം. അപ്പോൾ എന്തായാലും വലുത് കിട്ടുമെന്ന് വിചാരിച്ച് ഇടുന്നതെല്ലാം ചെറിയ മീനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലുത് കിട്ടുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നോക്കാം. നമ്മുടെ അടുത്ത ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ചൂണ്ട വലിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു കുഞ്ഞു മീൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചൂണ്ട ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെയും അങ്ങനെ സഹായത്തിന് കൂട്ടുന്നതല്ല. നമ്മൾ ഒറ്റയ്ക്കുള്ള മീൻപിടുത്തമായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എവിടെയെങ്കിലും ക്യാമറ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മീനടിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട്. ഇത്രയും നേരം കിട്ടിയത് നമുക്കെല്ലാം ചെറുതാണ്. അത് ആ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയുള്ളത് കൊണ്ട് വലിയ മീനാണെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ മീനിൻ്റെ കൂടെ കുറച്ച് ഇലയും കാര്യങ്ങളും കയറി വന്നപ്പോൾ കൊണ്ടാണ് നമുക്ക് ഇത്രയും വെയിറ്റ് തോന്നിയത്. അതൊരു കുഞ്ഞു മീൻ തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് നൈസായിട്ട് അങ്ങ് റിലീസ് ചെയ്തേക്കാം. എന്തായാലും വലുത് കിട്ടുമോ നോക്കാം. പക്ഷേ വലുത് കിട്ടിയാലും നമ്മളതിനെ വീണ്ടും തിരിച്ച് കുളത്തിലേക്ക് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുളത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള മീനൊക്കെ ഉണ്ട്. നമ്മുടെ നെടുമീനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത്യാവശ്യം ഒരാളുടെ പകുതി വലിപ്പമൊക്കെ നീളമൊക്കെ വരുന്ന നെടുമീനൊക്കെ ഉണ്ട്. സിലോപ്പിയനും നമ്മുടെ തിലോപ്പിയ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ തിലോപ്പിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് അത്യാവശ്യം സൈസുള്ളൊരു മീനായിരുന്നു. നമുക്കൊരു കറിക്കുള്ളൊരു മീനുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ അതിനെ തിരിച്ച് റിലീസ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ, ഒരു അടിപൊളി മീൻ. അതും പോയി ജീവിച്ചോട്ടെ. അങ്ങനെ അതിനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ കാത്തിരുന്ന് നോക്കാം. അടുത്ത് ഏത് മീൻ കിട്ടും എന്ന് നമുക്കിങ്ങനെ കാത്തിരുന്ന് നോക്കാം. വലുത് കിട്ടുമോ ചെറുത് കിട്ടുമോ അതോ വലിയ നെടുമീൻ കിട്ടുമോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഈ കുളത്തിൻ്റെ പേര് വന്നിട്ട് ആമക്കുളമാണ്. നമ്മുടെ നെയ്യാറ്റിൻകര ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇതിന് ഈ പേര് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ആമ ഇഷ്ടംപോലെ കുളത്തിലുണ്ട്. നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആമയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് ആമ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ കുളത്തിന് ആമക്കുളം എന്ന പേര് വന്നത്.
അങ്ങനെ വലയോ കാര്യങ്ങളോ ഒന്നും ഈ കുളത്തിൽ അങ്ങനെ ആരും ഇറക്കാറില്ല. കാരണം ഒരുപാട് പായലും കാര്യങ്ങളൊക്കെ അടിത്തട്ടിലുള്ളത് കൊണ്ട് ആരും അങ്ങനെ വലയൊന്നും ഇറക്കാറില്ല, വീശുവലയോ കാര്യങ്ങളൊന്നും അടിക്കാറില്ല. ചൂണ്ടയ്ക്ക് മാത്രമേ ആൾക്കാർ വരാറുള്ളൂ. അപ്പോൾ ആ ചൂണ്ടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി മീൻ ഇതിനകത്തുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. പക്ഷേ ഒരുപാട് കുഞ്ഞു മീനുള്ളത് കൊണ്ട് നമ്മുടെ ചൂണ്ട ഇട്ട ഉടനെ തന്നെ കുഞ്ഞു മീനെ നമ്മുടെ ചൂണ്ട എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇട്ട ഉടനെ നമുക്ക് കുഞ്ഞു മീൻ മാത്രം കിട്ടുന്നത്. പക്ഷേ അടിയിലോട്ട് വലിയ മീനുണ്ട്, അത് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ അടുത്ത ചൂണ്ട നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ മീൻ പിടുത്തം എന്ന് വെച്ചാൽ എന്ത് പറയാനാ, ഇങ്ങനെ കുറേ ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരു കാസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, മീൻ കിട്ടുമോ കിട്ടൂലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ആ ചൂണ്ടയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ചൂണ്ട ഇടുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കണം മീൻ കിട്ടുമോ കിട്ടൂലേ എന്ന്. അപ്പോൾ ചിലപ്പോൾ അതിൽ മീൻ കിട്ടാം, ചിലപ്പോൾ മീൻ കിട്ടാതിരിക്കാം. ചിലപ്പോൾ കിട്ടുന്ന മീൻ ചെറുതായിരിക്കും, ചിലപ്പോൾ കിട്ടുന്ന മീൻ വലുതായിരിക്കും. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വലിയ മീൻ കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ വലിയ മീൻ കിട്ടും, നിർഭാഗ്യവശാൽ ചെറിയ മീൻ കിട്ടും. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഇപ്പം ചെറിയ മീനാണ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന മീനൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ കുളത്തിലോട്ട് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. നിൻ്റെ വലിയ കണ്ടിട്ട് അത്യാവശ്യം നല്ല വലിയ മീനാവാനാണ് ചാൻസ്. അയ്യോ, അതും ഒരു ചെറിയ മീനായിപ്പോയി, ഒരു കുഞ്ഞ് തിലോപ്പിയ. ഫുഡ് കിട്ടാതെ കിടക്കുന്നതുകൊണ്ടാണോ എന്തോ ഇര ഇട്ട ഉടനെ മീനെടുക്കുന്നത്. പക്ഷേ ഒരുപാട് അത്യാവശ്യം അതിന് കഴിക്കാൻ പറ്റിയ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് പായലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. അതുകൊണ്ട് ആഹാരത്തിനൊന്നും ഒരു കുറവും കാണത്തില്ല അതിന്. നമുക്കെന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കാത്തിരുന്ന് ഒരുപാട് നേരം പോയി. നമുക്ക് വലിയ മീനൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല. കിട്ടിയതെല്ലാം കുഞ്ഞു മീനാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചൂണ്ട ഇങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുഞ്ഞു മീൻ കയറിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും കാസ്റ്റ് ചെയ്യുന്നു, വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു വലിയ മീനെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ചൂണ്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു വലിയ മീൻ പോലും കിട്ടക്കയില്ല. ഞാൻ ജോലിയുടെ ഇടയിലാണ് ഈ ചെറിയൊരു ചാനൽ, നമ്മുടെ പുതിയ ചാനലാണിത്, ഇപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഇടയിലാണ്, ഞാൻ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിനാണ് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പൈസ സമ്പാദിക്കാനോ അതിനൊന്നുമല്ല, കുറച്ച് പേര് നമ്മൾ അറിയണം എന്നുള്ളൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പുറത്തോട്ടിറങ്ങിയാൽ ഒരു 10 പേര് നമ്മളെ കാണുമ്പോൾ ഒരു യൂട്യൂബർ ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു പേര് വരണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിന്, രാത്രി ആവാണ്ട് ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ കിട്ടുന്ന സമയം ചെറിയൊരു വീഡിയോ ചെയ്യുന്നു, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അല്ലാണ്ട് നമ്മൾ വലിയ യൂട്യൂബേഴ്സോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ക്ലിക്ക് മതി സബ്സ്ക്രൈബ് ആവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബിൽ നമ്മുടെ ചാനലൊന്ന് റീച്ച് ആവും, നമ്മളൊരു 10 പേര് അറിയും. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ ജീവിതം ഒരു കുഞ്ഞ് ജീവിതമാണ്, അത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണ്ടേ. ആ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു ഫിഷിങ്. കുഞ്ഞിലൊരു ഫിഷിങ് ഒരു ക്രേസ് ആയതുകൊണ്ട് നമ്മളിത് അത്യാവശ്യം വൈബടിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഈ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു മീൻ കിട്ടി, നമ്മളതിനെ അങ്ങ് റിലീസ് ചെയ്തു. നമ്മുടെ ഒറ്റയ്ക്കുള്ള മീൻപിടുത്തം ആയതുകൊണ്ട് അങ്ങനെ കൂട്ടിനങ്ങനെ വീഡിയോ എടുത്ത് തരാനോ അങ്ങനെ കൂടുതലാരുമില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ചില ദിവസം ആരും കാണാറില്ല. എങ്കിലും നമുക്ക് ഫിഷിങ് ഒരു ക്രേസ് ആയതുകൊണ്ട് ആരുമില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായാൽ പോലും നമ്മൾ മീൻ പിടിക്കാൻ പോവും. ചിലപ്പോൾ മീൻ കിട്ടാതെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ മീൻ പിടിക്കുന്നു, തിരിച്ചു വരുന്നു. അല്ലാണ്ട് മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിഷമിച്ചുകൊണ്ട് തിരിച്ചു വരാറില്ല. ഇത് നമ്മുടെ ജോലിയല്ലല്ലോ, നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഒരുപാട് നേരമായി. അങ്ങനെ പ്രതീക്ഷിച്ച വലിയ മീനൊന്നും കിട്ടിയില്ല. എങ്കിലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വീണ്ടും ചൂണ്ടിങ്ങനെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴെങ്കിലും ഒരു വലിയ മീൻ കിട്ടുമെന്ന്. പക്ഷേ ഇതുവരെ മീനൊന്നും അടിച്ചില്ല. ആ ചൂണ്ടയിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. പതുക്കെ കരയിലോട്ട് കയറി വരുന്നുണ്ട്.
അപ്പോൾ അതിലെന്തായാലും വലിയ മീനോ ചെറിയ മീനോ എന്ന് നമുക്ക് നോക്കാം. കയറി വന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അതിൽ മീനടിച്ചിട്ടില്ല. ഒരു വലി വലിച്ചിട്ട് അതങ്ങ് വിട്ടു. അത് നമ്മുടെ അപ്പുറത്തെ ഏതൊരു കമ്പിൽ തട്ടിയതാണ്. എന്നാൽ നമ്മൾ വീണ്ടും ചൂണ്ട അവിടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. കിട്ടുമോ ഇല്ലേ നമുക്ക് നോക്കാം. പ്രതീക്ഷ എന്തായാലും നമ്മൾ കൈവെടിയുന്നില്ല. നമ്മൾ വീണ്ടും ആ ചൂണ്ട എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ വല ഇറക്കിയാൽ ഒരു ദിവസം മാത്രമേ നമുക്ക് ആ വല ഇറക്കാൻ പറ്റത്തുള്ളൂ. മൊത്തവും പായലും കമ്പും കല്ലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് മീൻ കിട്ടും. പക്ഷേ നമ്മുടെ വല അന്നത്തോടു കൂടി തീർന്നു കിട്ടും. ഫുള്ള് കീറിപ്പറഞ്ഞ് ഒരു പരുവാകും നമ്മുടെ വല. അതുകൊണ്ട് ആരും അങ്ങനെ ഇവിടെ വല ഇറക്കാറില്ല. പക്ഷേ അത്യാവശ്യം അടിപൊളി കുളമാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ പുറമേ നോക്കുമ്പോൾ നമുക്കൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരും കുളിക്കാറൊന്നുമില്ല. നമ്മുടെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നമ്മളതിനെ പതുക്കെ ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൽ മീൻ ഉണ്ട്. അതും ഒരു കുഞ്ഞ് തിലോപ്പിയാണ്. നമുക്ക് ഇന്ന് കിട്ടുന്നെല്ലാം ചെറുതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മളൊക്കെ വരുമ്പോൾ വലിയ മീൻ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അതും പ്രതീക്ഷയാണ് നമ്മൾ വീണ്ടും ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.